തീർച്ചയായിട്ടും എല്ലാ സംവിധാനത്തിലും ഉണ്ട്, അത് പോലീസിലും ഉണ്ട്. പോലീസിൽ എന്താന്ന് പറഞ്ഞാൽ അധികാരം കൂടുതൽ കൈയാളുന്ന ആളുകളായതുകൊണ്ട് അതിക്രമം കുറച്ചുകൂടെ രൂക്ഷമായ രീതിയിൽ ചില ആളുകളുടെ ഭാഗത്തുനിന്ന്, അത് അപൂർവം വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, നാളെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്നറിയോ, പോലീസിൽ അച്ചടക്കം എന്ന് പറയുന്നതാണല്ലോ പോലീസിന്റെ മുഖമുദ്ര. ഈ അച്ചടക്കം നടപ്പാക്കണമെങ്കിൽ പോലീസ് സേനയുടെ ഉള്ളിലുള്ള വ്യക്തികൾക്ക് വ്യക്തമായ രീതിയിലുള്ള സ്വഭാവ ഗുണവും പ്രവർത്തന ശേഷിയും ഒക്കെ ഉണ്ടാവണം. അതിനകത്ത് വീഴ്ച വരുത്തുന്ന ആളുകളെ അതാത് സമയത്ത് തിരിച്ചറിഞ്ഞ് ശക്തമായ നടപടിയെടുത്ത് അവര് ഇനി മേലാൽ ആവർത്തിക്കാതിരിക്കാനോ അത് അനുഭവപ്പെടുന്ന മറ്റ് സഹപ്രവർത്തകർ പോലും ഇതേ മര്യാദയുള്ള കടുങ്കയിലേക്ക് എടുത്തു ചാടാതെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു താക്കീത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അച്ചടക്ക നടപടി എന്ന് പറയുന്നത്. അതാണ് കാലാകാലങ്ങളിൽ ശക്തമായ രീതിയിൽ പോലീസിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. പരാതി വന്നിട്ടില്ലെങ്കിൽ പോലും പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന വിവരങ്ങൾ അതാത് ദിവസത്തെ ജില്ലാ പോലീസ് അധികാരി വരെ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്രത്യേക സംവിധാനവും ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്. പിന്നെ സംസ്ഥാനം പോലീസ് മേധാവികൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടോ അതിന് മിനിസ്റ്റർക്ക് അറിയുന്നതിനോ ഒക്കെയുള്ള സ്റ്റേറ്റ് സംവിധാനങ്ങളുണ്ട്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങളുണ്ട്. എന്തായാലും ഈ പോലീസ് മർദ്ദനങ്ങൾ എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രവൃത്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനകത്തിലെ ഒരു ശീർഷകം തന്നെ ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് അറിയില്ലെന്നോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. പക്ഷെ അതാത് സമയത്ത് യാതൊരു അനുകമ്പയുമില്ലാത്ത രീതിയിൽ ഗൗരവതരമായി നടപടി സ്വീകരിക്കാത്തതിന്റെ അഭാവമാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സംരക്ഷണ സ്വഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അധികരിച്ച് കൂടുതൽ ക്രൂരമായ അതിക്രമങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കാണുന്നത്. ഇവിടെ നടന്ന ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആരും അറിയാത്തതല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ അറിയാത്തല്ല. പിന്നെ പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞാൽ കേരള പോലീസ് പോലീസ് ആക്ടിൽ പ്രത്യേകം പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇതേമാതിരിയുള്ള മർദ്ദനങ്ങളോ അല്ലെങ്കിൽ പിന്നെ അനധികൃതമായ കസ്റ്റഡി ഉണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന മറ്റാളുകൾ അത് അറിയാനുള്ള അവസരം ഉണ്ടാകണം. അല്ലെ അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ മേലുദ്യോഗ ഡിവൈഎസ്പി മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് അറിയിച്ചുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമായിട്ട് നിയമവ്യവസ്ഥതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു രീതിയിലും പോലീസ് സ്റ്റേഷനിൽ ഇതേമാതിരിയുള്ള മർദ്ദനങ്ങളും അതിക്രമങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ സംവിധാനം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.